എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും. അല്ല, ഇന്ന് ഇവിടെ കുട്ടമ്പുഴയിലാണെങ്കിൽ നാളെ ഇത് കേരളത്തിന്റെ 430 പഞ്ചായത്തിൽ എവിടെയും ആവർത്തിക്കണം. അപ്പൊ ഇതിന് സമഗ്രമായ നിയമനിർമ്മാണം വേണം. ആ നിയമനിർമ്മാണം നടത്തുക എന്ന് മാത്രമല്ല, ഇവിടെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്താനാണ് സർക്കാരിന് താല്പര്യം. ഇപ്പോൾ വന്നിട്ടുള്ള ഈ നവംബർ 1 ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള കേരള ഫോറസ്റ്റ് ആക്ട് അമെൻമെന്റ് ബില്ലിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അനധികൃതമായ അധികാരങ്ങൾ, സുപ്രീം കോടതി റൂളിങ്ങിന് വിരുദ്ധമായി അനധികൃത അധികാരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ബീറ്റ് ഓഫീസറിന് പോലും ആളുകളെ അറസ്റ്റ് ചെയ്യാൻ, സാധാരണക്കാരെ കുടിയേറ്റ കർഷകരാണ് ഈ നാട്ടിലുള്ളത്, ആ കുടിയേറ്റ കർഷകരെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ബീറ്റ് ഓഫീസർമാർക്ക് കൊടുക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ 2000 ആനകൾ ആണ് കേരളത്തിന്റെ ഫോറസ്റ്റിന്റെ കപ്പാസിറ്റി. 6000-ലധികം ആനകളുണ്ട്. ഇതിന് സർക്കാർ നടപടി ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം ഇവിടെ ഒരു ലൈറ്റ് ഇട്ടുന്നോ ഇവിടെ ട്രഞ്ച് പിടിച്ചു നടന്ന പ്രശ്നം തീരില്ല. 430 പഞ്ചായത്തുണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി വനാതിർത്തി പങ്കെടുക്കുന്നത്. ഇത് നാളെ അടുത്തടുത്തുണ്ടാകും. അപ്പോൾ അവരവിടെ ചെന്ന് എന്ത് പറയും? അവിടെ ചെന്ന് കളക്ടർ ഇങ്ങനെ കൈ ഒപ്പിയിട്ട് പോയാൽ അവിടെ പോയ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇത് എന്ത് മര്യാദയാണിത്? ഇതിന് നിയമനിർമ്മാണമാണ് ആവശ്യം. ആ നിയമം പോലും ഇപ്പം നിർമ്മിക്കുന്ന നിയമം പോലും വന്യമൃഗങ്ങൾക്ക് അനുകൂലമല്ലാതെ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വന്യമൃഗങ്ങൾ കൊടുക്കുന്നതിന്റെ 10-1 വില ജീവിക്കുന്ന മനുഷ്യനുണ്ടാകണം. അത്രേ ഉള്ളൂ. ടോം, വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാരണം ഈ പ്രദേശവാസികൾ ഇന്ന് രാവിലെ സംസാരിച്ചതും ഇത് തന്നെയാണ്. ആ വികാരം തന്നെയാണ് ഇവിടേക്ക് വരുന്നവരെല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്നത്. കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം, അല്ലായെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് അവർ പറയുന്നു. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഇടത്താണ് ഇന്നലെ ഈ സംഭവം നടക്കുന്നത്. ഒരു ആന കടന്നു പോകുന്ന, ആനത്താരയെന്നെല്ലാം തന്നെ അവർ പറയുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതിൽ സ്ഥിരം കടന്നു പോകുന്നവരുടെ. അപ്പോൾ ഇവിടെ കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ്. വരും ദിവസങ്ങളിലും അത് തുടരും. അതിൽ ജനങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഇന്നത്തെ ഒരു പ്രതിഷേധ സായനത്തോടെ അത് ഇല്ലാതാകുന്നില്ല എന്നത് തന്നെയാണ്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് കുട്ടമ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്നലെ എൽദോസിന്റെ ജീവൻ നഷ്ടമായ സ്ഥലത്ത് നിന്നാണ് ഡാനി പോൾ ഇപ്പോൾ സ്പോട്ട് ലൈവിൽ തത്സമയം ചേർന്നത്. BJPയുടെ നേതാക്കന്മാർ, ജില്ലാ പ്രസിഡന്റും ഷോൺ ജോർജും ഒക്കെ പറയുന്നത് പോലെ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം വേണം. കാരണം ഇനിയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ഈ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ജനവാസ മേഖലയിലുള്ള ജനങ്ങളുടെ ജീവന് ഭീഷണിയായി കാട്ടാന മാത്രമല്ല മറ്റു പല വന്യജീവികളും ഇറങ്ങുന്നുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിമാരുടെ ഭാഗത്ത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉറപ്പാക്കുകയാണ് ചെയ്യേണ്ടത്.